Okay. So corollary 6.10. Okay. Gamma is a closed rectifiable curve in G such that gamma is homotopic to 0. Then n gamma w is equal to 0 for all w in C minus G എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥങ്ങളൊക്കെ നോക്കിയേ. ഗാമ ഒരു ക്ലോസ്ഡ് റെക്ടിഫൈബിൾ കർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? സീറോ എന്ന് പറഞ്ഞാൽ എന്താ? സീറോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ സീറോ, അതൊരു ക്ലോസ്ഡ് കർവ് അല്ലേ? സീറോ സ്റ്റാർട്ട് ചെയ്യുന്നു, സീറോ എൻഡ് ചെയ്യുന്നു, ട്രിവിയൽ ആണ്. അപ്പൊ ഗാമ ഹോമോടോപിക് ടു സീറോ നമുക്കറിയാം. അപ്പോൾ എൻ ഗാമ ഡബ്ല്യു ഇസിക്വൽ ടു സീറോ എന്ന് പ്രൂവ് ചെയ്യണം ഫോർ എവറി ഡബ്ല്യു ബിലോങ്സ് ടു സി മൈനസ് ജി. അപ്പോൾ ഈ പറയുന്ന ഓക്കെ ഫൈൻ. അപ്പോൾ എൻ ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? എൻ ഗാമ ഡബ്ല്യു എന്ന് പറയുന്നതാണ് ഇൻഡെക്സ് ഓഫ് ഗാമ, അല്ല, ഇൻഡെക്സ് ഓഫ് ഡബ്ല്യു അറൌണ്ട് ഗാമ വിത്ത് റെസ്പെക്ട് ടു ദ കർവ് ഗാമ. അതായത് വെറുതെ ഒരു സാധാരണക്കാരനോട് പറഞ്ഞാൽ ഗാമയുടെ ഈ ഡബ്ല്യു എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും എത്ര പ്രാവശ്യം ഈ പറയുന്ന ഗാമ വൈൻഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെ? നിങ്ങൾക്കറിയാം വൈൻഡിങ് നമ്പർ എന്ന് തന്നെ പറയാറുണ്ട് അല്ലെ? അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: 1/2πi ഇന്റഗ്രൽ ഓവർ ഗാമ ഡി സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് ഡബ്ല്യു. ശരിയാണ്. ഇനി 1/z-w എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ നോക്കുന്നു. ഡബ്ല്യു എവിടെ നിന്ന് വരുന്ന നമ്മുടെ കൊറോളറി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഡബ്ല്യു ബിലോങ്സ് ടു സി മൈനസ് ജി ആണ്. അപ്പോൾ ഡബ്ല്യു സി മൈനസ് ജിയിലാണെന്നുണ്ടെങ്കിൽ 1/z-w എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ആണോ? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യുമ്പോഴേ ഈ ഫംഗ്ഷൻ 1/z-w എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജിക്കകത്താണ്. ജിക്കകത്ത് നിന്നാണ് അപ്പൊ ഈ സെഡ് വരുന്നത്. ഈ സെഡ് ഇല്ലേ, ഈ വേരിയബിൾ സെഡ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ജിക്കകത്ത ഒരു ആർബിട്രറി കോംപ്ലക്സ് നമ്പർ ആയിട്ടാണ്. ഡബ്ല്യു എന്ന് പറയുന്നത് ഇപ്പൊ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? സി മൈനസ് ജി. അപ്പൊ ഒരിക്കലും അതിന്റെ ഡിനോമിനേറ്റർ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. എവിടെ അനലിറ്റിക്? എവിടെയാണ്? ജിയുടെ അകത്ത് അത് അനലിറ്റിക് ആണ്. ഓക്കെ. അപ്പോ ഈ പറയുന്ന ഹോൾ ഫംഗ്ഷൻ ഉണ്ടോ 1/z-w എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അനലിറ്റിക് ആയി. അപ്പൊ ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ്, അതിനെപ്പറ്റി എന്ത് പറയാം? കോഷീസ് തിയറം തേർഡ് വേർഷൻ എന്താ പറയുന്നത്? ഇവിടെ നമുക്കറിയാം ഗാമ ഈസ് ഹോമോടോപിക് ടു സീറോ. അപ്പൊ ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സീറോ എഫ്. ഇന്റഗ്രൽ ഓവർ സീറോ എഫ് എന്ന് പറഞ്ഞാൽ ട്രിവിയൽ ഇറ്റ് ഇസ് സീറോ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും ഇന്റഗ്രൽ ഓവർ ഗാമ 1/z-w dw is equal to ഇന്റഗ്രൽ ഓവർ സീറോ 1/z-w dw. 1/2π മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് സീറോ. അതുകൊണ്ട് എൻ ഗാമ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ W belongs to G minus C. നിങ്ങൾ എങ്ങനെ ഇത് നോട്ട്സ് എഴുതുന്നത്? ഞാനിത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അത് നോക്കി എഴുതുന്നു അതോ ഇപ്പൊ തന്നെ എഴുതുന്നു? എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് എഴുതി വെച്ചെന്ന് തീരില്ലേ? കൊറോളറി 6.10. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് പിന്നീടാണെങ്കിൽ റെഫർ ചെയ്യുമ്പോൾ നോക്കാൻ. സീറോ ആകും. ഓക്കെ. ഇനിയും അതിൻ്റെ
അത് കഴിഞ്ഞ് പറയുന്നുണ്ട് കോൺവേഴ്സ് ഓഫ് ദ എബവ് കൊറോളറി ഈസ് നോട്ട് വാലിഡ്. അപ്പം ആ കോൺവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സപ്പോസ് വി ഹാവ് ഗാമ ടു ബി എ റെക്ടിഫൈബിൾ കർവ് ഇൻ G and n of gamma w is equal to 0 for all w in C minus G അല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺവേഴ്സ് എന്തായിരിക്കും പറയുന്നത്? ഗാമ ഈസ് ഹോമോടോപ്പിക് ടു 0. പക്ഷെ അത് നെസസറിലി ട്രൂ ആകണം എന്നില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ, എക്സസൈസ് 8 ആണ്, അതിനൊരു എക്സാമ്പിൾ കണ്ടുപിടിക്കണം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കൊറോളറി 6.10യുടെ കോൺവേഴ്സ്. അപ്പൊ കോൺവേഴ്സ് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണം. ഗാമ ഈസ് ഹോമോടോപ്പിക് ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തപ്പോൾ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. 0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആവണമെന്ന് നിർബന്ധമില്ല. ഏത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയാലും മതി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയാലും മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ പറയുന്നത് ബൈ ഡെഫിനിഷൻ എഫ് ഇസ് ഹോമോടോപ്പിക് ടു 0 എന്നാണ്. ക്ലിയർ ആയി പറഞ്ഞേ അല്ലേ? ഇപ്പൊ സപ്പോസ് എഫ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു 1 ഫോർ എവറി സെറ്റ് ബിലോങ്സ് ടു G. അപ്പൊ എന്നിട്ട് നമ്മൾ പറയുക ഗാമയും ഈ പറയുന്ന എഫും ഹോമോടോപ്പിക് എന്ന് പറഞ്ഞാൽ വി സേ ദാറ്റ് ഗാമ ഈസ് ഹോമോടോപ്പിക് ടു 0. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഗാമ ഈസ് നോട്ട് ഹോമോടോപ്പിക് ടു എ കോൺസ്റ്റന്റ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം 0 തന്നെ ആവണമെന്നില്ല. വേറെ ഏത് കോൺസ്റ്റന്റ് ഫംഗ്ഷനിലേക്കും നമുക്കതിനെ ഹോമോടോപ്പിക് ആയി ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഗാമ കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ചെയ്യണമെന്നില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. ഗാമ നോട്ട് എന്ന് പറയുന്നത് e⁻²πit എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഗാമ നോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു e⁻²πit എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πit-നെ നമുക്ക് എങ്ങനെ എഴുതാം? e⁻²πit ഇതൊരു സർക്കിളിന്റെ പാരാമെട്രിക് ഫോം ആണോ? അല്ല, e⁻²it എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ e⁻²πit എന്ന് ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഇവിടെ ടിയുടെ വേരിയേഷൻ എവിടുന്നാണ്? 0 to 1 ആണ്. ജനറലി ചിലപ്പോൾ നമ്മൾ എഴുതുന്നത് e⁻it എന്ന് എഴുതിയിട്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π എന്നാണ് നമ്മൾ എഴുതാറ്. അതിന് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് e⁻²πit എന്ന് കൊടുത്തിട്ട് ടിയുടെ വേരിയേഷൻ 0 മുതൽ 1 വരെ, രണ്ടും ഒന്നല്ലേ? ഇതൊരു സർക്കിൾ ആണ് അല്ലേ? ഇനി ഗാമ 1 ഓഫ് ടി എഴുതിയിരിക്കുന്ന നോക്കിയേ, എന്താ ചെയ്തിരിക്കുന്നത്? e⁻²-2πit വേർ 0 ലെസ് ദാൻ ഈക്വൽ ടു t ലെസ് ദാൻ ഈക്വൽ ടു 1. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഗാമ 0യും ഗാമ 1ഉം. അവിടെയാണ് ഇതിന്റെ നമ്മൾ ഈ പറയുന്ന കർവുകൾ കണ്ടിന്യൂസ് ആണെന്ന് പറയാറില്ലേ? അപ്പോ ക്ലോസ് ഇന്റർവൽ 0-1 നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കറസ്പോണ്ടിങ്ലി ഈ പറയുന്ന കർവിലും കണ്ടിന്യൂസ് ആയിട്ട് പോയിന്റുകൾ ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം ഒരു ഡിറക്ഷൻ ഉണ്ട് അല്ലേ? 0 മുതൽ 1 വരെ ഇങ്ങനെ പോകുമ്പോൾ കർവിലും ഇതുപോലെ ഗാമ ഓഫ് 0 ഒരു പോയിന്റ്, അത് കഴിഞ്ഞ് ഗാമ ഓഫ് 0.001 ഒരു പോയിന്റ്, അങ്ങനെ അങ്ങനെ പോവല്ലേ? അപ്പൊ ഇതിന് ഡിറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ ഗാമ നോട്ട് ഓഫ് ടിയും ഗാമ 1 ഓഫ് ടിയുടെ വ്യത്യാസം എന്താ? ഡിറക്ഷന്റെ വ്യത്യാസമാണ് അല്ലെ? ആദ്യത്തേത് സപ്പോസ് ഒരു ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ് പോകുന്നതെങ്കിൽ മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ്. അല്ലെങ്കിൽ ആദ്യത്തേത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ജനറലി നമ്മൾ പോസിറ്റീവ് ഡിറക്ഷൻ ആയിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ്. ക്ലിയർ? അപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ ഗാമ നോട്ട് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഗാമ 1 ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിയാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? n ഗാമ ഡബ്ല്യുവിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. 1/2πi ഇന്റഗ്രൽ ഓവർ ഗാമ 1/z - w dz. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ n ഗാമ നോട്ട് ഓഫ് 0 എന്ന് പറയുന്നത്, 0 എന്ന് പറഞ്ഞാൽ ആ പറയുന്ന സർക്കിളിന്റെ ഉള്ളിലുള്ള പോയിന്റ് അല്ലേ? സെന്റർ ആയിരിക്കില്ലേ? e⁻²πit എന്ന് പറയുമ്പോൾ യൂണിറ്റ് സർക്കിൾ ആണ്. സെന്റർ 0 വരുന്ന യൂണിറ്റ് സർക്കിൾ ആണ്. ഇപ്പൊ റേഡിയസ് 6 ആയിരുന്നു, എന്ത് സംഭവിച്ചേനെ? r e⁻²2πit എന്ന് വന്നേനെ. ഇവിടെ റേഡിയസ് 1 ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ n ഗാമ നോട്ട് ഓഫ് 0 എന്ന് പറയുന്നത് 1. അപ്പൊ നമ്മൾ വെറുതെ ജനറലി ആലോചിച്ച് കഴിഞ്ഞാൽ 0യുടെ ചുറ്റും ഒരു കർവ് ഒറ്റ പ്രാവശ്യമേ വൈൻഡ് ചെയ്യത്തുള്ളൂ അല്ലേ. n ഗാമ 1 ഓഫ് 0 എന്ന് പറഞ്ഞാൽ മറ്റേത് നമ്മൾ പോസിറ്റീവ് സെൻസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തതെങ്കിൽ അതിന്റെ നെഗറ്റീവ് സെൻസിലായിരിക്കും ഡിറക്ഷൻ ചുറ്റുന്നത് അല്ലേ. ഇപ്പൊ സപ്പോസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരുന്നെങ്കിലോ, ടിയുടെ വേരിയേഷൻ അപ്പൊ 2 പ്രാവശ്യം കറങ്ങിയേനെ, മനസ്സിലായോ. അതേപോലെ മറ്റേതാണെങ്കിൽ -2 ആയിരിക്കും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതൊക്കെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. n ഗാമ 0 ഓഫ് 0 ഈസ് ഈക്വൽ ടു 1, n ഗാമ 1 ഓഫ് 0 ഈസ് ഈക്വൽ ടു -1. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, ഈസിയാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. അടുത്തത് നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തിരുന്നു 2 ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ്സ് എപ്പോഴാണ് ഹോമോടോപ്പിക് ആവുന്നത്. ഇനി പറയാൻ പോകുന്നത് 2 കർവുകൾ സേ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇത് എ, ഇത് ബി, ഓക്കെ, ഇത് ഗാമ നോട്ട്, ഇത് ഗാമ 1, ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം 2 കർവ്സിന്റെയും എന്താ n പോയിന്റ്സ് രണ്ടും സെയിം ആണ് അല്ലെ. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ടോ, ഗാമ 0 ഓഫ് 0 അതേപോലെ ഗാമ 1 ഓഫ് 0 എന്ന് പറയുന്ന പോയിന്റ് എ ആണ്. മനസ്സിലായോ, ക്ലിയർ ആയോ? ഈ എ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, ഗാമ നോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ, എ ടു ബി. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഗാമ നോട്ട്. അതായത് ഈ ഗാമ നോട്ട് 0 എന്ന് പറയുന്ന പോയിന്റിൽ എടുക്കുന്ന വാല്യൂ എ ആണ്, എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? അതേപോലെ തന്നെയല്ലേ ഗാമ 1. അപ്പോൾ ഇങ്ങനെയുള്ള കർവ്സിനെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഹൗ ദേ ആർ ഹോമോടോപ്പിക്. അപ്പൊ ആ ഹോമോടോപ്പിക് പറയുന്ന പേരാണ് ഫിക്സ്ഡ് എൻ പോയിന്റ് ഹോമോടോപ്പിക്, ഓക്കെ, അല്ലെങ്കിൽ FEP ഹോമോടോപ്പിക്. ക്ലിയർ ആയോ? അപ്പൊ അതിന് വേണ്ടത് എന്തായിരിക്കും, നമ്മൾ നേരത്തെ ഹോമോടോപ്പിക് പറഞ്ഞ എന്താ, നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെ, എന്തോ ഒരു നമ്മൾ ഗാമയാണ് ഡിഫൈൻ ചെയ്യുന്നത്, സച്ച് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് 3 കണ്ടീഷൻസ്. ഇവിടെ അതിന് പകരം ഒരു ഇച്ചിരി വേരിയേഷൻ ഉണ്ട്, കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ഹൈപ്പോത്തസിസ് ഡിഫറെന്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ 2 കർവ്സ്, റെക്ടിഫയബിൾ കർവ്സ് നമ്മൾ എടുത്തു. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആണ് നമ്മൾ ഹൈപ്പോത്തസിസ് പറഞ്ഞു. Then both of them are FEP homotopic if there exists a continuous map capital gamma from I cross I to G, I square എന്ന് പറഞ്ഞാൽ I cross I, such that gamma of S0 is equal to small gamma naught of S, capital gamma of S1 is equal to small gamma 1 of S. സെയിം അല്ലേ ഇന്നലെ ചെയ്ത പോലെ. ഇനി ഇവിടെ മാത്രമുള്ളൊരു വ്യത്യാസം, ഇവിടെ എന്തായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ ഗാമ ക്യാപിറ്റൽ ഗാമ ഓഫ് 0t ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഗാമ 1t എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു ക്യാപിറ്റൽ ഗാമ ഓഫ് 0t ഈസ് ഈക്വൽ ടു എ, ക്യാപിറ്റൽ ഗാമ ഓഫ് 1t ഈസ് ഈക്വൽ ടു ബി. ഇതാണ് ഡിഫറൻസ്. അപ്പൊ അതാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് എന്തായിരുന്നു നമ്മൾ ചെയ്തത്, ഓർമ്മയുണ്ടോ? അതൊരു ഇക്വലൻസ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്തു. ഇവിടെയും എന്ത് പ്രൂവ് ചെയ്യണം, ഇത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് ഞാൻ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പിന്നെ ഏൽപ്പിക്കുകയാണ്, അത് കംപ്ലീറ്റ് ചെയ്യണം നാളെ. ഓക്കെ, FEP ഹോമോടോപ്പിക് എന്ന് പറയുന്നതും ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഫസ്റ്റ് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ജസ്റ്റ് ഒന്ന് വേഗമായിട്ട്. ആദ്യത്തേത് ഒരു കർവ്, എന്ത് കർവ്, റെക്ടിഫയബിൾ കർവ്, അതിനോട് തന്നെ FEP ഹോമോടോപ്പിക് ആയിരിക്കുമോ? നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെയാണ് അല്ലെ, അവിടെ ഓൾറെഡി എങ്ങനെയാണല്ലോ അല്ലെ. ഇനിയും ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം, ക്യാപിറ്റൽ ഗാമ എങ്ങനെ ഡിഫൈൻ ചെയ്യണം, ക്യാപിറ്റൽ ഗാമ ഓഫ് ST ഈസ് ഈക്വൽ ടു ഗാമ നോട്ട് ഓഫ് S ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്താൽ മതി അല്ലേ. അപ്പോ ക്യാപിറ്റൽ ഗാമ ഓഫ് 0t എന്ന് പറയുന്നത് എന്തായിക്കോളും, ഗാമ നോട്ട് ഓഫ് 0 ആയിക്കോളും. ഗാമ നോട്ട് ഓഫ് 0 എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റ് ആണ് എ അല്ലെ, മറ്റേത് രണ്ട് സാറ്റിസ്ഫൈ. പിന്നെ ഗാമ ക്യാപിറ്റൽ ഗാമ 1 ഓഫ് t എന്ന് പറയുന്നത് എന്തായിക്കോളും, ഗാമ 0 ഓഫ് 1 ആയിക്കോളും, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി.
മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം അതെന്താണ്? FEP ഹോമോടോപ്പിക് എന്ന് പറയുന്നത് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. പിന്നെ ചെയ്യേണ്ടത് സിമെട്രിക് ആണ്. അതേപോലെ തന്നെ ഡിഫൈൻ ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി ഏത് ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. ഓക്കെ, മൂന്നാമത്തേതും അതുപോലെ. ഓക്കെ, അപ്പൊ അത് സമയം കളയണ്ടെന്ന് ഓർത്തിട്ട് കേട്ടോ, സെയിം രീതി തന്നെയാണ്. അപ്പൊ അതെന്താണ്? ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കുറച്ച് സംഭവം കാണുന്നത് അടുത്ത തിയറത്തിനുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. അടുത്ത തിയറി ഇതാണ് പറയുന്നത്, രണ്ട് കർവ് ഗാമ നോട്ടും ഗാമ വണ്ണും രണ്ടും FEP ഹോമോടോപ്പിക് ആണ്. ദെൻ ഇന്റഗ്രൽ ഓവർ ഗാമ നോട്ട് F ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഗാമ വൺ F. എന്താ സംഭവം? നേരത്തെ നമ്മൾ കോഷീസ് തിയറം തേർഡ് വേർഷൻ കണ്ടില്ലേ? അതേ സംഭവം തന്നെ. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് ക്ലോസ് റെക്ടിഫൈബിൾ കർവ്സ് ഹോമോടോപ്പിക് ആവുന്ന കേസിലാണെങ്കിൽ, ഇവിടെ രണ്ട് റെക്ടിഫൈബിൾ കർവ്സ് FEP ഹോമോടോപ്പിക് ആവുന്ന കേസിൽ രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഇതുകൊണ്ടൊക്കെ ഉള്ള ഗുണം എന്താ ഇങ്ങനെ ഉണ്ടെങ്കിൽ? ഇതിന് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആണെങ്കിൽ, അല്ലേ, നമുക്ക് ഹെക്റ്റിക് ആയിട്ടുള്ള പോർഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ സപ്പോസ് ഇന്റഗ്രൽ ഓവർ ഗാമ വൺ എഫ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നമുക്ക് ഇന്റഗ്രൽ ഓവർ ഗാമ നോട്ട് എഫ് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. മനസ്സിലായോ? അതാണ് ഇതിന്റെ ഒരു യൂസ്. ഓക്കെ, സോ അപ്പൊ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ഗാമ നോട്ടും ഗാമ വണ്ണും രണ്ട് കർവുകളും എന്താണെന്ന്, FEP ഹോമോടോപ്പിക് ആണ്, അല്ലേ? അപ്പൊ FEP ഹോമോടോപ്പിക് ആകുമ്പോൾ നമുക്കറിയാം there exists a continuous map, continuous ആണ് കേട്ടോ, നേരത്തെ പോലെ continuous map gamma from microsite to C such that C അല്ല, അവിടെ നമ്മൾ ഏതാണോ അവിടെ നമ്മൾ ഏത് റീജിയൻ ആണോ എടുക്കുന്നത് ആ റീജിയൻ. ഓക്കെ, G such that ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ A B ഗാമ നോട്ട് ഗാമ വൺ എന്നൊക്കെ വിചാരിച്ചു. ഇനി ഗാമ നോട്ട് മൈനസ് ഗാമ വൺ എന്ന് പറഞ്ഞൊരു കർവിനെ പറ്റി നമ്മൾ വിചാരിക്കുകയാണേ. അതായത് ശരിക്കും ഗാമ നോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? ഇങ്ങനെ ഇരിക്കും സാധനം, അല്ലെ? എയിൽ നിന്ന് ബിയിലേക്ക്, ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടല്ലേ മൂവ്മെന്റ്. അപ്പൊ ഗാമ നോട്ട് മൈനസ് ഗാമ വൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഗാമ നോട്ട് പോയി എന്നിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഗാമ നോട്ട് മൈനസ് ഗാമ വൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞ കാര്യത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് ഓർത്താൽ മതി. ഓക്കെ, സിമ്പൽ. അപ്പൊ അത് ശരിക്കും എന്താ സാധനം? ഈ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗാമ നോട്ടിലൂടെ സഞ്ചരിച്ച് ബിയിലെത്തി, ബിയിൽ നിന്ന് എയിലേക്ക് ഇതിന്റെ റിവേഴ്സ് ഡിറക്ഷനിൽ പോകും. ക്ലിയർ ആയോ? അപ്പൊ അത് ഒരു ക്ലോസ്ഡ് പീസ് വൈസ്, ഇതിന്റെ എല്ലാ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ, പീസ് വൈസ് സ്മൂത്ത് അല്ല, റെക്ടിഫയബിൾ ആണ്, ഇതെല്ലാം സാറ്റിസ്ഫൈ. റെക്ടിഫയബിൾ തന്നെ എടുക്കണം. ഓക്കെ, എന്നിട്ട് ഇപ്പൊ പറഞ്ഞ ഈ ഡിനോട്ട് ചെയ്ത സാധനം ഉണ്ടല്ലോ, അപ്പൊ അതിനെ ശരിക്കും നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ഒരു പാരാമീറ്റർ ഒക്കെ കൊടുത്ത്, അല്ലെ, ഇന്ന സ്ഥലത്ത് ഇത്രയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനത്തിനെ ഡിഫൈൻ ചെയ്യുക, ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. ഇതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇന്നലെ ഇതുപോലത്തെ ഒരു സംഭവം പറഞ്ഞിരുന്നതാണ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു പടം കൂടെ കണ്ടാൽ ക്ലിയർ ആവുന്നു. ഓക്കെ, നോക്കിയേ എന്താ ചെയ്തിരിക്കുന്നത്. എസ് ഇവിടുന്ന് ഇവിടം വരെയാ വേരിയേഷൻ. 0 മുതൽ 1 വരെയാണ് വേരിയേഷൻ. അപ്പൊ നമുക്ക് ഈ 0 മുതൽ 1 വരെ വേരിയേഷൻ എത്തുമ്പോൾ നമുക്ക് സത്യത്തിൽ എന്ത് സംഭവിക്കണം? എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഗാമ നോട്ട് മൊത്തം സഞ്ചരിച്ച് ബിയിലെത്തി, പിന്നെ ഗാമ വണ്ണിലൂടെ തിരിച്ചു ചെയ്ത് എയിലെത്തണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ 0 മുതൽ 1 വരെയുള്ള ഇന്റർവെല്ലിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു. ശരിയായോ? 3 ഡിവൈഡ് ചെയ്തു. ഈക്വൽ 1/3 പോർഷൻസ് ആയിട്ട്. ഓക്കെ,
അപ്പൊ ആദ്യത്തെ പോർഷൻ 0 മുതൽ 1/3. ആ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഗാമ നോട്ട് എന്ന് പറഞ്ഞ കേർവ്, നിങ്ങൾ ടൈമിൽ ആലോചിക്കാൻ നിങ്ങളോട് അതാ ഞാൻ പറഞ്ഞത്. ഗാമ നോട്ട് എന്ന് പറഞ്ഞ കേർവിനെ 3 ഇരട്ടി സ്പീഡിൽ ട്രാവൽ ചെയ്ത പോലെ വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? 1/3 മുതൽ 2/3 വരെ സമയം ബി തന്നെ ഇരിക്കുകയാണ്, മൂവ് ചെയ്യുന്നില്ല. അപ്പൊ കണ്ടിന്യൂറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല, മനസ്സിലായോ? അത് കഴിഞ്ഞ് 2/3 മുതൽ 1 വരെ നേരത്തെ 3 ഇരട്ടി സ്പീഡിലല്ലേ പോയെ. അപ്പൊ മൊത്തം 3 - 3s എന്ന് പറയുമ്പോൾ 2/3 എന്ന് പറഞ്ഞു പോകുമ്പോ ഇവിടെ എത്ര വരും? ഇന്നലെ നമ്മൾ ചെയ്ത സമയത്ത് ഫംഗ്ഷൻ നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ നമ്മൾ ചെയ്തത് 2 - 2s എന്നായിരുന്നു. ഇവിടെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, 3 - 3s. അത് ജസ്റ്റ് ഓൾജിബ്രായിക് സംഭവങ്ങളാണ്. അപ്പൊ ഓരോ സ്ഥലത്ത് നിങ്ങൾ നോക്കുക, 3s എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത സ്ഥലത്ത് എന്തായാലും എസ് പോകുന്നത് 0 അല്ല, 3s പോകുന്നത് 0 മുതൽ 1 വരെ ആയിരിക്കും. രണ്ടാമത്തേന് പ്രശ്നമില്ല, ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ഈ 3 - 3s ശ്രദ്ധിച്ചു നോക്കണം, അത് 0 മുതൽ 1 വരെയാണോ മൂവ്മെന്റ് എന്ന് നോക്കിയേ, ആയിരിക്കുമോ? തിരിച്ച് റിവേഴ്സ് ആണ് വരുന്നത്. റിവേഴ്സ് വരുന്നതുകൊണ്ടാണ് ആ സംഭവം, മനസ്സിലായോ? ഇവിടെ 2/3 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 1 വരും, 1 ഇട്ട് കൊടുക്കുമ്പോൾ 0 വരും. അത് നമ്മൾ ഈ ഗാമോനെ റിവേഴ്സ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ചെയ്തിരിക്കുന്നത് ശരിക്കും എന്താണ്? ഈ ഗാമ നോട്ട് മൈനസ് ഗാമ 1 എന്ന് നമ്മൾ ഉദ്ദേശിച്ച ക്ലോസ്ഡ് റെക്ടിഫൈബിൾ ആയിട്ടുള്ള കേർവിന്റെ ഒരു പാരാമെട്രിക് ഫോം നമ്മളിപ്പോ എഴുതി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോ ഇതിനെ ഇനിയിപ്പോ വേറെ രീതിയിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഈ ഗാമസിനെ? വേണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ എന്തെങ്കിലും ഒരു ഗസ്സിങ്, ചുമ്മാ വെറുതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 0 മുതൽ 1/3 വരെ, 0 മുതൽ 1/3 വരെ നമ്മൾ എയിലിരുന്നു. എന്നിട്ട് 1/3 മുതൽ 2/3 വരെ ഗാമ നോട്ടിലൂടെ സഞ്ചരിച്ചു 3 ഇരട്ടി വേഗത്തിൽ. പിന്നെ മൈനസ് ഗാമ 1 മൂന്നാമത്തെ സെറ്റ്. അപ്പൊ പല രീതിയിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ 3ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണേൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? അതായത് അപ്പൊ നമ്മൾ 4 ഈ 0 to 1 നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എയില് 1/4 ടൈം ഇരുന്നു, അത് കഴിഞ്ഞ് 1/4 ടൈം അടുത്ത സ്ഥലത്തിരുന്നു, ബിയിൽ 1/4 ടൈം, അങ്ങനെ. അപ്പൊ നമ്മുടെ കൺവീനിയൻസ് എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അത് എങ്ങനെ എഴുതാമെന്ന് മനസ്സിലായില്ലേ? എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ. ഓക്കെ, അപ്പൊ ഈ ഡിഫൈൻ ചെയ്ത സംഭവം ഇനിയും പറയാൻ പോകുന്നത് എന്താ അറിയോ? ഇപ്പൊ ഡിഫൈൻ ചെയ്ത് ഈ ഗാമ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഈ ഗാമ നോട്ട് മൈനസ് ഗാമ 1 എന്ന് പറഞ്ഞ ക്ലോസ് കർവ്, ദാറ്റ് ഇസ് ഹോമോടോപ്പിക് ടു 0 എന്നാണ് പറയാൻ പോകുന്നത്. ഹോമോടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതെന്ത് ഹോമോടോപ്പിയാ? ഇതെന്ത് ഹോമോടോപ്പി ആയിരിക്കും? ഇവിടെ FEP അല്ല, ആദ്യം പറഞ്ഞ ഹോമോടോപ്പി തന്നെ ആയിരിക്കും, കാരണം ദിസ് ഇസ് എ ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് ഈ സാധനം, അത് ഓർത്തിരിക്കേണ്ടി വരും. എന്താ ഡിഫൈൻ ചെയ്യണ്ടേ? അതിനു വേണ്ടിയിട്ട് എന്താ വേണ്ടേ? ഗാമ ഈസ് ഹോമോടോപ്പിക് ടു 0 എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഹോമോടോപ്പിക് ഫംഗ്ഷൻ വേണം വിച്ച് ഇസ് കണ്ടിന്യൂസ്. അപ്പൊ ആ ഫംഗ്ഷൻ ഈ പറഞ്ഞ ഗാമയുമായിട്ട് കുറച്ച് സിമിലർ ആണ്, പക്ഷെ അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് ഓർത്തിരിക്കാൻ. അതൊന്ന് ചിലപ്പോൾ ഒന്ന് ഓർക്കാൻ വേണ്ടി പഠിക്കേണ്ടി വരും. ഗാമ ഓഫ് ST, ക്യാപിറ്റൽ ഗാമ ഓഫ് ST is equal to ഗാമ ഓഫ് 3s into 1 minus t, t, where s is varying from 1 to 3. 3 പാർട്സ് ആയിട്ട് തന്നെയാണ്. അടുത്തത് ഗാമ ഓഫ് 1 minus t, 3s minus 1 plus 2t minus 3st, 1/3 less than or equal to s less than or equal to 2/3. അടുത്തത് ഗാമ 1 ഓഫ്, മൂന്നാമത്തെ ഇത് തന്നെയാണ്, സ്മോൾ ഗാമ 1 ഓഫ് 3 minus 3s into ഒരു 1 minus t, where s is varying from 2/3 to 1. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇപ്പോൾ ഇല്ലെങ്കിലും അതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാണിക്കണം? ഗാമ ഓഫ് കാണിക്കേണ്ടത് എന്താ? സ്മോൾ ഗാമ ഈസ് ഹോമോടോപ്പിക് ടു 0. അതായത് ഫസ്റ്റ് കാണിക്കേണ്ടത്, സോറി ഇത് ഗാമയല്ല, ഇത് ക്യാപിറ്റൽ ലാംഡ ആണ്. ഓക്കെ,
ക്യാപിറ്റൽ ലാംഡ ഓഫ് S0 എന്ന് പറയുന്നത് സ്മോൾ ഗാമ ഓഫ് എസ് ആണ് കാണിക്കണം ആദ്യം. പിന്നുള്ളത് ക്യാപിറ്റൽ ഗാമ ഓഫ് S1 ഈസ് ഈക്വൽ ടു 0 എന്നാണ് കാണിക്കേണ്ടത്. പക്ഷെ സീറോയ്ക്ക് വരെ എന്ത് ചെയ്താൽ മതി, ഏത് കോൺസ്റ്റന്റ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഹോമോടോപിക് ടു 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഹോമോടോപിക് ടു എനി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. പിന്നെ ചെയ്യേണ്ടത് ഗാമ ഓഫ് S0 ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് 1s is equal to gamma of 0s. അപ്പോൾ അതില് ഫസ്റ്റ് കണ്ടീഷൻ ഗാമ അല്ല സോറി ലാംഡ. ഇവിടെ ലാംഡ ഓഫ് S0 എടുക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് വരുമ്പോൾ ഇതെന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുക ഇങ്ങനെയാണ്. ഈ ലാംഡ എന്താണ്, ഈ ലാംഡ ആരായിരുന്നു, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഗാമ നോട്ടും ഗാമ വണ്ണും FEP ഹോമോടോപിക് ആണ്. അപ്പോൾ ഉള്ള ആ പറയുന്ന ലാംഡയാണ് ഗാമയാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗാമ. ഗാമ ഓഫ് 3s,0 0 ലെസ് ദാൻ ടു s ലെസ് ദാൻ 1/3. രണ്ടാമത്തെ പോർഷനിൽ ഗാമ ഓഫ് ടിക്ക് 0 അല്ലേ, 1, 3s മൈനസ് 1, ബാക്കി 0 ആയി പോയി. അവസാനത്തേത് ഗാമ 1 ഓഫ് T0 അല്ലേ, അപ്പൊ 1 ഇത് 1 ആവും. അപ്പൊ 3 മൈനസ് 3s എന്ന് വന്നു. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗാമ ഓഫ് 3s,0. അപ്പൊ 3sന്റെ വേരിയേഷൻ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 3sന്റെ വേരിയേഷൻ എവിടെ മുതൽ എങ്ങോട്ടാണ്, 3sന്റെ 0 മുതൽ 1 വരെയാണ്. അപ്പൊ ഗാമ ഓഫ് 3s0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ഗാമയുടെ പ്രോപ്പർട്ടി നോക്കണം. ഓക്കെ, ഗാമ ഓഫ് നോക്കിയേ ഇതുണ്ടോ, ഗാമ ഓഫ് 3s0 എന്ന് പറഞ്ഞാൽ ഈ സെക്ഷന് വരും. 0 മുതൽ 1 വരെ അല്ലേ 3s പോകുന്നത്, അതെന്തായിരിക്കും ഗാമ നോട്ട് ഓഫ് എസ്. അപ്പൊ ഇവിടെ എന്താ ക്യാപിറ്റൽ ഗാമ ഓഫ് 3s0 അല്ലേ, അപ്പൊ നമ്മളതിനെ ഗാമ നോട്ട് ഓഫ് 3s വേർ 3s വേരിയിങ് ഫ്രം 0 to 1 അല്ലെങ്കിൽ 0 ലെസ് ദാൻ ടു s ലെസ് ദാൻ ടു 1/3. രണ്ടാമത്തേത് ഗാമ ഓഫ് 1 3s മൈനസ് 1 എന്ത് വരും, ഗാമ ഓഫ് 1 3s മൈനസ് 1. നോക്കിയേ, ഗാമ ഓഫ് 1 3s മൈനസ് 1. 3s മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരി ചെയ്യുന്നത് 0 മുതൽ 1 വരെയാണ്. നിങ്ങൾ എസിന്റെ വേരിയേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് കോർഡിനേറ്റ് ഇവിടെ 1 ആണ്, അപ്പൊ ബി ആണ് വരുന്നത്. ഇവിടെ ടി വേരി ചെയ്യുന്ന ഇവിടുന്ന് എങ്ങോട്ടാ, 0 മുതൽ 1 വരെ. അതേപോലെ തന്നെ ഒരു ക്വാണ്ടിറ്റി അല്ലേ 3s മൈനസ് 1. അപ്പോ ക്യാപിറ്റൽ ഗാമ ഓഫ് അപ്പൊ ക്യാപിറ്റൽ ഗാമ ഓഫ് 1 3s മൈനസ് 1 എന്ന് പറയുന്നത് ബി ആണെന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി മൂന്നാമത്തേത് അതേപോലെ തന്നെ വെച്ചു, ഗാമ 1 ഓഫ് 3 മൈനസ് 3s. ശരിയായോ? ഇനി ഇതും നേരത്തെ ഡിഫൈൻ ചെയ്ത ഗാമ ഓഫ് എസും കൂടെ ഒന്ന് കമ്പയർ ചെയ്തെങ്കിൽ, ആദ്യം ഡിഫൈൻ ചെയ്ത ഗാമ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗാമ നോട്ട് ഓഫ് ഗാമ നോട്ട് മൈനസ് ഗാമ എസിന്റെ പാരാമെട്രിക് ഫോം കണ്ടോ, ഇത് കണ്ടോ, ഇതേ സംഭവം തന്നെയല്ലേ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഡി എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ അതെന്താണ്, ഈ സംഭവം എന്താണ്, ഗാമ ഇപ്പൊ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഗാമ ഓഫ് സ്മോൾ എസ്, ക്യാപിറ്റൽ എസ് അല്ല, അതൊക്കെ സ്മോൾ എസ് ആണ്. ഓക്കെ, ഇനി അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലാംഡ ഓഫ് S1. ഓക്കെ, ലാംഡ ഓഫ് S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടി എവിടെ ഉണ്ടോ അവിടെ എല്ലാം 1 ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടും ഫസ്റ്റ് വൺ ലാംഡ ഓഫ് S1 ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഗാമ ഓഫ് 0 1 വരും. അടുത്തത് ക്യാപിറ്റൽ ഗാമ ഓഫ് 0 3s മൈനസ് 1 വരും. അടുത്തത് സ്മോൾ ഗാമ 1 ഓഫ് എന്തെന്ന് വരും, എന്താ വരുന്നത് 0 എന്ന് വരും അല്ലേ. അതെല്ലാം നിങ്ങൾ പോയി നേരത്തെ ചെയ്തതിനകത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അതെല്ലാം എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്
ക്യാപിറ്റൽ ലാംഡ ഓഫ് S1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എ എന്ന് എഴുതും അല്ലെ. അപ്പോൾ ഫസ്റ്റ് സാധനം നമുക്ക് സ്മോൾ ഗാമ, സെക്കൻഡ് വൺ എ, പിന്നെ രണ്ട് വേരിഫിക്കേഷൻ കൂടെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് കുറച്ച് ഓൾജിബ്ര അതിനകത്ത് വരും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, ഇപ്പോൾ സപ്പോസ് നമുക്ക് അവിടെ ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലാംഡ ഓഫ് 1t ഈസ് ഈക്വൽ ടു അല്ലെ 0t ഈസ് ഈക്വൽ ടു എ, ക്യാപിറ്റൽ ഗാമ ഓഫ് 1t ഈസ് ഈക്വൽ ടു ബി എന്നല്ലേ കാണിക്കണ്ടേ. അപ്പോൾ ടി ഇതിനകത്ത് ഇപ്പൊ സപ്പോസ് 0t എടുക്കുവാന്ന് വെച്ചോ, അപ്പോ ഫസ്റ്റ് ടേം നമുക്ക് ക്യാപിറ്റൽ ഗാമ ഓഫ് 0, t എന്ന് വരും അല്ലെ. സെക്കൻഡ് ടേം ക്യാപിറ്റൽ ഗാമ ഓഫ് 1 - t, -1 + 2t, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വരും. പക്ഷെ ശരിക്കും അത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കിട്ടാൻ പോകുന്നത് എയും ബിയും തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ എന്നെ അങ്ങ് വിശ്വസിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ ലാംഡ എന്ന് പറയുന്നത് അതുപോലെ. അപ്പൊ എയും ബിയും കിട്ടി. അപ്പൊ പറഞ്ഞ 4 കണ്ടീഷനും ഇവിടെ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ട. ഇവിടെ എന്ത് കണ്ടീഷൻസ്, അത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ അത് ഓൾജിബ്ര ചെയ്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി, പ്രശ്നം ഉണ്ടാവില്ല അല്ലെ. അത് രണ്ടും സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെന്ന് കാണിച്ചാൽ മതി. മനസ്സിലായോ പറഞ്ഞേ? എന്താ കാണിക്കണ്ടേ? ഒരു കാര്യം കൂടെ കാണിക്കേണ്ടത് എന്താ, ലാംഡ ഓഫ് 1t ഈസ് ഈക്വൽ ടു ലാംഡ ഓഫ് 0t എന്ന് കാണിച്ചാൽ മതി. അപ്പൊ അതൊരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. ആ രണ്ട് ഫംഗ്ഷൻസും ഒരുപോലെ വരുന്നു എന്ന് കാണിച്ചാൽ മതി അല്ലെ. അപ്പൊ അതും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്, പിന്നെ വേറൊരു കാര്യം കൂടെ വേണം. എന്താണ്, ഇപ്പൊ ഡിഫൈൻ ചെയ്ത ലാംഡ ഈ പറഞ്ഞ ലാംഡ എന്തുകൂടാന്ന് വേണം, കണ്ടിന്യൂസ് ആണെന്നൂടെ വേണം. അപ്പൊ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ പറയുന്ന നമുക്ക് ആ ഷിഫ്റ്റിംഗ് വരുന്ന സ്ഥലത്ത് ഈ പറയുന്ന ഫങ്ഷൻസ് സെയിം ആണെന്ന് കാണിച്ചാൽ മതി. അതും നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും. എസിന് 1/3 കൊടുക്കുന്നു, എസിന് 2/3 കൊടുക്കുന്നു. മനസ്സിലായോ? ആ സ്ഥലത്ത് ഈ രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ ക്യാപിറ്റൽ ലാംഡ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, കൂടാതെ അത് ആ പറയുന്ന 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഹോമോടോപ്പിക് ആവണ്ട. ദാറ്റ് വിൽ മീൻ ദാറ്റ് ഗാമ ഈസ് ഹോമോടോപ്പിക് ടു എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അതിനെ നമ്മൾ പറയുന്നത് ഗാമ ഹോമോടോപ്പിക് ടു 0 എന്നാണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, ഗാമ ഹോമോടോപ്പിക് ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ബൈ കോഷീസ് തിയറം തേർഡ് വേർഷൻ നമുക്ക് കിട്ടും ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ 0f. അത് 0 ആണ്. അതായത് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് എന്ന് പറയുന്നത് 0 ആണ്. ഇതാണ് അപ്രൂവ് ചെയ്യേണ്ടത്. ഉണ്ടോ? ഓക്കെ, അയ്യോ സോറി, ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് ആയിരുന്നല്ലേ. ഓക്കെ, അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പറഞ്ഞു വെച്ചതൊക്കെ ശരിയാട്ടോ. ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ 0f ഈക്വൽ ടു 0. ഇന്റഗ്രൽ ഓവർ ഗാമ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ ഗാമ നോട്ട് മൈനസ് ഗാമ 1 ആണ്. അത് ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കറിയാം, അതിനെ നമുക്ക് ഇന്റഗ്രൽ ഓവർ ഗാമ നോട്ട് എഫ് പ്ലസ് ഇന്റഗ്രൽ ഓവർ മൈനസ് ഗാമ എഫ് എന്ന് എഴുതാം. അതിനെ നമുക്ക് ഇന്റഗ്രൽ ഓവർ ഗാമ നോട്ട് മൈനസ് ഇന്റഗ്രൽ ഓവർ ഗാമ 1 എഫ് എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അവസാനം ഇന്റഗ്രൽ ഓവർ ഗാമ നോട്ട് എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഗാമ 1 എഫ് എന്ന് അവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്യും. അതായത് രണ്ട് കർവ്സ് FEP ഹോമോടോപ്പിക് ആണെങ്കിൽ ആ പറയുന്ന കർവ്സിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാലും കിട്ടാൻ പോകുന്ന ഇന്റഗ്രൽ സെയിം ആണ് അല്ലെ. ദാറ്റ് ഈസ്, അതാണ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. എന്താ, ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്. ഉണ്ടോ, ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് തിയറം എന്നാണ് ഇത് പറയുന്നത്. പാത്തുകൾ ഇവിടെ ഗാമ നോട്ടും ഗാമ 1ഉം നമ്മൾ മാറ്റിയാൽ, പ്രൊവൈഡഡ് ദേ ആർ FEP ഹോമോടോപ്പിക് അല്ലെ, അവിടെ
ഇന്റഗ്രലിന് വ്യത്യാസമൊന്നും വരുന്നില്ല ഫോർ എനി ഫംഗ്ഷൻ. ഇനി അടുത്തൊരു ഡെഫിനിഷനാണ്. ഓക്കെ, ആ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? സിമ്പിൾ കണക്റ്റഡ്നെസ് ആണ്. നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ കണക്റ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ പറയും ആ പറയുന്ന റീജിയനകത്ത് എന്തുണ്ടാവാൻ പാടില്ല? ഹോൾസ് ഉണ്ടാവാൻ പാടില്ല, അല്ലെ? ഇപ്പൊ നേരത്തെ അനിതയൊക്കെ ഡിസ്കസ് ചെയ്തു, പങ്ക്ചേർഡ് ഡിസ്ക് ഒക്കെ വെച്ച് തുടങ്ങി ഓർമ്മയില്ല. ഇപ്പൊ ഒരു ഡിസ്ക് പങ്ക്ചേർഡ് ആണെങ്കിലോ ആ പങ്ക്ചേർഡ് ആയിട്ടുള്ള ഡിസ്ക് എന്തല്ല? സിംപ്ലി കണക്റ്റഡ് അല്ല. മനസ്സിലായോ? അപ്പൊ ഹോൾസ് ഉണ്ട്, ഒരു റീജിയനിൽ ഹോൾസ് ഉണ്ടെങ്കിൽ ജനറലി അങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പറയാ, ആ പറയുന്ന റീജിയൻ എന്തായിരിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ അത് ഓപ്പൺ സെറ്റ് ആയിരിക്കണം, അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടേ? അതൊരു ഓപ്പൺ സെറ്റ് ആയിരിക്കണം, അതൊരു കണക്റ്റഡ് സെറ്റ് ആയിരിക്കണം. കൂടാതെ മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, എവ്രി ക്ലോസ്ഡ് കർവ് ഇൻ ജി ഈസ് ഹോമോടോപിക് ടു സീറോ. അപ്പൊ അതിനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഓക്കെ ഫൈൻ, ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ ഒരു ഇത് നമ്മുടെ ഒരു റീജിയൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു ഹോൾ ഉണ്ടാക്കി. ഓക്കെ, ഇതൊരു ഹോളാന്ന് വിചാരിക്കും. ഫൈൻ. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറെ ക്ലോസ്ഡ് കർവ്സ് ഉണ്ട്. ഈ പറയുന്ന ജിക്കകത്ത് കുറെ ക്ലോസ് കർവ്സ് ഉണ്ട്. ക്ലോസ് കർവ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കല്ലോ ഇരിക്കുന്നത്, അല്ലെ? സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തന്നെ എൻഡ് ചെയ്യണം, ശരിയല്ലേ? ഇനി ഈ പറയുന്ന ക്ലോസ് കർവ്സ് എല്ലാം റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എവ്രി ക്ലോസ് കർവ് ഇൻ ജി ഈസ് ഹോമോടോപിക് ടു സീറോ. അതായത് അതൊരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഫംഗ്ഷനിലേക്ക് ഹോമോടോപിക് ആണെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇങ്ങനെയും കർവുകൾ വരാമല്ലോ, ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോർമലി ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ ഇതിങ്ങനെ ഈ കർവ്സ് ഇങ്ങനെ വലിഞ്ഞിരിക്കാന്ന് വിചാരിക്കും, അല്ലെ? അപ്പോ റബ്ബർ ബാൻഡ് കൊണ്ട്, റബ്ബർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഷ്രിങ്ക് ചെയ്യിപ്പിച്ച് നമുക്ക് അതിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാം, ശരിയല്ലേ? റബ്ബർ ബാൻഡ് ആലോചിച്ചാൽ മതി, അല്ലെ? അപ്പൊ ഈ പറയുന്ന കർവ് നമുക്ക് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാം, ശരിയാണോ? റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഈ പറയുന്ന കർവിനെ നമുക്ക് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാം, ഈ പറയുന്ന കർവിനെ നമുക്ക് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഈ പറയുന്ന കർവിനെ എന്ത് പറ്റില്ല? ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്ത് പറ്റും? ആ പറയുന്ന ഹോളിന്റെ ചുറ്റും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഓർത്തിരിക്കാൻ വേണ്ടിയാ, മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഈ വരച്ചു വെച്ചിരിക്കുന്ന സാധനം എന്തല്ല? സിംപ്ലി കണക്റ്റഡ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഈ ജി എന്ന് പറയുന്നത് ഓപ്പൺ ആവാം, ജി കണക്റ്റഡ് ആണോ? ജി വരച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇത് മാത്രമല്ല റിമൂവ് ചെയ്തുള്ളൂ, അതൊരു കണക്റ്റഡ് സെറ്റ് ആണ്. പക്ഷെ എന്നിട്ടും അത് എന്തല്ല? സിംപ്ലി കണക്റ്റഡ് അല്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ദ പ്രസൻസ് ഓഫ് എ ഹോൾ. അതാണ് ബേസിക് ലേമാൻ സാധാരണക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ പ്രസൻസ് ഓഫ് എ ഹോളിന് നമ്മൾ റിഫൈൻഡ് ആയിട്ട് മാത്തമാറ്റിക്കലി പറയുന്നത് എന്താണ്? എവ്രി ക്ലോസ്ഡ് കർവ് ഇൻ ജി ഈസ് ഹോമോടോപിക് ടു സീറോ ആകുന്ന കേസിലാണ് അത് സിംപ്ലി കണക്റ്റഡ് ആകുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ വരച്ചത് എന്താണ്? സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാ? സിംപ്ലി കണക്റ്റഡ് ഓപ്പൺ ഡിസ്കുകൾ അല്ലേ? ഇങ്ങനെ വരച്ചിട്ട് അകത്തുള്ള സംഭവം ഇങ്ങനെ ആണോ? ഞാൻ ഇങ്ങനെ വരച്ച ഇൻസൈഡ് സി ഒരു ഓപ്പൺ സ്ക്വയർ ആണോ? ഇനിയും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർ വരച്ചു, സിംപ്ലി കണക്റ്റഡ് ആണ്. സിംപ്ലി കണക്റ്റഡ് ആണ്. സിംപ്ലി കണക്റ്റഡ് ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ഫിഗർ കണ്ടാൽ സിംപ്ലി കണക്റ്റഡ് ആണോ എന്ന് ഐഡന്റിഫൈ എന്ന് നോക്കിയാൽ മതി. അതിന്റെ അകത്ത് ഹോൾ ഉണ്ടോ എന്ന് നോക്കിയാൽ അത്രേ ഉള്ളൂ.
ആ ഹോൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിന്റെ റിഫൈൻഡ് വാക്കാണ് എഴുതിയിരിക്കുന്നത്. എവറി ക്ലോസ് കർവ് ഇൻ ജി ഇസ് ഹോമോടോപിക് ടു സീറോ. ദാറ്റ് മീൻസ് ഇറ്റ് ഡസന്റ് ഹാവ് എനി ഹോൾ. ക്ലിയർ അല്ലേ? ഇനി കോഷീസ് തിയറം ഫോർത്ത് വേർഷൻ. കോഷീസ് തിയറം ഫോർത്ത് വേർഷൻ പറയുന്നത് എന്താണ്? If G is a simply connected region, then integral over gamma f is equal to 0 for every closed rectifiable curve and every analytic function f. നേരത്തെ വന്ന ഡെഫിനിഷൻ എന്തായിരുന്നു? ജി ഒരു റീജിയൻ, ഗാമ നോട്ടും ഗാമ വണ്ണും രണ്ടും എഫ് ഇ പി അല്ല എഫ് ഇ പി ഹോമോടോപ്പിക് ആവുകയാണെങ്കിൽ അവരുടെ ഇറ്റ് ഈസ് ദ ഇന്റഗ്രൽ റെസ്പെക്ട് ടു ദം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അർത്ഥം ശരിക്കും എന്താ? ഏത് ക്ലോസ്ഡ് കർവ് എടുത്താലും ഇവിടെ നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല സത്യം പറഞ്ഞ. അതായത് ജി എന്ന് പറയുന്നത് ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആകുമ്പോൾ എന്തൊക്കെ നമുക്കറിയാം? ആ ജി കണക്റ്റഡ് ആണ്, ജി ഓപ്പൺ ആണ്, പിന്നെ ഏത് ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് എടുത്താലും ദാറ്റ് ഈസ് ഹോമോടോപിക് ടു സീറോ. അപ്പൊ ഈ എടുത്തിരിക്കുന്ന ഗാമ, ഇപ്പൊ എടുത്തിരിക്കുന്ന ക്ലോസ് റെക്ടിഫയബിൾ കർവ് ഗാമ എന്താണ് നമുക്കറിയാം? ഇറ്റ് ഈസ് ഹോമോടോപിക് ടു സീറോ ബിക്കോസ് ജി ഈസ് സിംപ്ലി കണക്റ്റഡ് ഫ്രം ദ ഹൈപ്പോത്തസിസ്. കണ്ടോ അല്ലേ? അപ്പോ അന്നേരം നമുക്ക് ഏത് തിയറം ഉപയോഗിക്കാം? കോഷീസ് തിയറം തേർഡ് വേർഷൻ പറയുന്നതാണ്. ഒരു ക്ലോസ്ഡ് രണ്ട് ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ്സ് എടുക്കുകയാണെങ്കിൽ ഗാമ നോട്ടും ഗാമ വണ്ണും ഇന്റഗ്രൽ ഓവർ ഗാമ നോട്ട് എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഗാമ വൺ എഫ് വേർ എഫ് ഇസ് അനലിറ്റിക് ഇൻ ജി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഗാമ ഈസ് ഹോമോടോപിക് ടു സീറോ ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് എന്ന് പറഞ്ഞാൽ സീറോ ആയിക്കോളും. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് വരുന്ന റെഫറൻസ് എന്ന് പറഞ്ഞാൽ കോഷീസ് തിയറം തേർഡ് വേർഷൻ ആണ് റെഫറൻസ് വരുന്നതും പിന്നെ എന്തുകൂടെ ഉണ്ട്? ഈ സിമ്പിൾ കണക്റ്റഡ്നെസിന്റെ ഡെഫിനിഷനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഓക്കെ. ഇനി കൊറോളറി 6.16. ജി ഒരു സിമ്പിൾ കണക്റ്റഡ് റീജിയൻ ആണ്. F from G to C is analytic in G. Then F has a primitive in G. F has a primitive in G എന്ന് പറഞ്ഞാൽ എന്താ? പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ആന്റി ഡെറിവേറ്റീവ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് സ്മോൾ എഫിന് പ്രിമിറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ എഫ്, അങ്ങനെ മനസ്സിലാലോചിക്കാം. ഇന്റഗ്രൽ ഓവർ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ആന്റി ഡെറിവേറ്റീവ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അതാണ് പ്രിമിറ്റീവ്. അപ്പോ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നോക്കിയപ്പോ സ്റ്റേറ്റ്മെന്റ് ആലോചിച്ച് നോക്കാം. ജി സിംപ്ലി കണക്റ്റഡ് ആണ്. ഒരു ഫംഗ്ഷൻ ഇവിടെയൊക്കെ നമ്മൾ അനലിറ്റിക് എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യബിൾ അല്ല. അതാണ് ഇതിനകത്തുള്ള ലോജിക്ക്. നമുക്കറിയാം ഏത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിലും അതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഫംഗ്ഷൻ കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക് ആണെന്നുള്ള വാക്കാണ് ഉള്ളത്. കൂടാതെ ജി സിംപ്ലി കണക്റ്റഡ് ആണ്. അപ്പൊ അതിനകത്തു നിന്നാണ് നമ്മൾ ഈ തിയറി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അവിടെ എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എഫിന് ഒരു പ്രിമിറ്റീവ് ഉണ്ട്. ഏതോ ഒരു പ്രിമിറ്റീവ് ക്യാപിറ്റൽ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് സ്മോൾ എഫ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ്. മനസ്സിലായോ? അപ്പൊ അത് പ്രൂവ് ചെയ്യാനായിട്ട് സപ്പോസ് എ ബിലോങ്സ് ടു ജി ആൻഡ് ക്യാപിറ്റൽ സ്മോൾ ഗാമ ഈസ് എ കർവ്, ക്ലോസ് റെക്ടിഫയബിൾ കർവ് ആണ്, ക്ലോസ് ലെവൽ 0 ആണെങ്കിൽ ജിയുടെ അകത്തുള്ള ഒരു കർവ് ആണ് സ്മോൾ ഗാമ. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലോസ് റെക്ടിഫയബിൾ കർവ് ആയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് സെയിം ആയിരിക്കും. ഗാമ നോട്ട് എന്ന് പറയുന്നത് എ ആയിരിക്കും. ഓക്കെ. അപ്പോ ഫൈൻ. അപ്പൊ ഈ പറയുന്ന ഗാമ, അപ്പൊ രണ്ട് കർവ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഗാമ വണ്ണും ഗാമ നോട്ടും ഗാമ വണ്ണും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗാമ നോട്ടിൽ നിന്നും ഗാമ വണ്ണിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു ക്ലോസ് റെക്ടിഫയബിൾ കർവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. വിച്ച് ഹാസ് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് പോയിന്റ് എ. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്?
ഗാമ നോട്ട് മൈനസ് ഗാമ 1 എന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ശരിയാണോ? ശരിയാണോ? അല്ലേ? അപ്പോ അപ്പൊ വേണേ അങ്ങനെ വേണേ സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് ഇഫ് വി ഹാവ് ടു റെക്ടിഫയബിൾ ക്ലോസ് ടു റെക്ടിഫയബിൾ കർവ്സ് ഗാമ നോട്ട് ആൻഡ് ഗാമ 1 with endpoints A and B respectively, we can form a closed rectifiable curve gamma naught minus gamma 1 which has the starting point A അല്ലെങ്കിൽ ഗാമ ഓഫ് 0 A ആകുന്ന രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി ഈ പറയുന്ന റീജിയൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊറോളറിയിൽ? സിംപ്ലി കണക്റ്റഡ് ആണ്. അതിന്റെ അർത്ഥം ഏത് ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് എടുത്താലും ദാറ്റ് ഇസ് ഹോമോടോപ്പിക് ടു 0. അപ്പൊ ഈ പറഞ്ഞ സാധനം കണ്ടോ, ഗാമ നോട്ട് മൈനസ് ഗാമ 1 ഡിഫൈൻ ചെയ്ത സംഭവം ഹോമോടോപ്പിക് ടു 0 ആയിരിക്കും. സ്വാഭാവികമായി ഇന്റഗ്രൽ ഓവർ ഇതെന്തുകൊണ്ടാ കോഷീസ് തിയറം തേർഡ് വേർഷൻ വെച്ചിട്ടാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ വേണേ തൊട്ടു മുന്നേ പറഞ്ഞതില്ല അല്ലേ? തൊട്ടു മുന്നേ അതിനൊരു പേരൊക്കെ പറഞ്ഞെങ്കിൽ ഒന്ന് കോഷീസ് തിയറം ഫോർത്ത് വേർഷൻ എന്നാണ് ഡിഫൈൻ ചെയ്തത്. അത് തന്നെ. അപ്പോൾ ഇന്റഗ്രൽ ഓവർ ഗാമ നോട്ട് മൈനസ് ഗാമ 1 എഫ് ഡി സെഡ് ഇസ് ഈക്വൽ ടു ഓക്കെ. സോ 0. ഓക്കെ, അത് നമുക്കറിയാം. അപ്പൊ ഇനി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ഓക്കെ, ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് ഡിഫൈൻ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഗാമ എന്ന് പറയുന്നത് ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ഗാമ പറഞ്ഞത്. ഗാമ എന്ന് പറയുന്നത് ജനറലി ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണെന്ന് വിചാരിക്കുക. ഒരു പുതിയ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഗാമ എന്ന് പറയുന്നത് ജിക്കകത്തുള്ള ഏതോ ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ്, ജനറൽ, അതായത് ആർബിട്രറി ആയിട്ട് ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആകാം. ഓക്കെ, എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിഫൈൻ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, അപ്പൊ ഈ പറയുന്ന ഗാമ ഏത് ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് വേണമെങ്കിൽ ആകാമല്ലോ. അപ്പൊ അതിനകത്തുള്ളൊരു പ്രശ്നം അത് വെൽ ഡിഫൈൻഡ് ആണോ എന്നുള്ളതാണ്. അതായത് ഈ ഗാമ മാറുന്നതനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആവില്ല. ഒരു ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്താ വേണ്ടേ? ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ അതായത് വാല്യൂ മാറുന്നതനുസരിച്ച് ഇവിടുത്തെ ഫംഗ്ഷന്റെ വാല്യൂ മാറാൻ പാടില്ല. അതായത് ഇവിടെ ഗാമ ഇങ്ങനെയാണല്ലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഗാമയ്ക്ക് പകരം ഞാൻ ഇതേപോലെ തന്നെ വേറെ ഒരു ഗാമ ഡാഷ് എടുത്തെന്ന് വെച്ചോ, അപ്പോഴും ഈ ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആയിരിക്കണം. എന്നാലേ ഇതിന്റെ വെൽ ഡിഫൈൻനെസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പൊ അത് വെൽ ഡിഫൈൻഡ്, അത് പ്രൂവ് ചെയ്യണം. അത് വെൽ ഡിഫൈൻഡ് ആണോ? ജസ്റ്റ് ഒരു വാക്ക് മതി. അത് വെൽ ഡിഫൈൻഡ് ആണോ? ഈ ഗാമ ക്ലോസ് റെക്ടിഫയബിൾ കർവ് വേർ ഗാമ നോട്ട് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റും ആയിട്ട് വരുന്ന എല്ലാ ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവും നമുക്ക് ഗാമയ്ക്ക് പകരം ഉപയോഗിക്കാം. ഏത് ഗാമ വന്നാലും സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കും. അതാണ് കോഷീസ് തിയറം തേർഡ് വേർഷൻ പറയുന്നത്. കോഷീസ് തിയറം തേർഡ് വേർഷൻ പറയുന്നത് എന്താ? രണ്ട് ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് അല്ലെ, പോയിന്റ് സെയിം ആയിരിക്കും. ഏത് പറയുന്ന പോയിന്റ്, അതായത് ഇങ്ങനെ ആയിരിക്കും. ഓർത്തിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓർത്താൽ അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും കേർവ്സ് ഇരിക്കുന്നത് അല്ലേ? ഇതാണ് ഏന്ന് വെച്ചോ, ഇത് ഇങ്ങനെ ആയിരിക്കും കേർവ്സ് ഇരിക്കുന്നത്. മനസ്സിലായോ? എന്ന് പറയുന്ന പോയിന്റില് ഇത് പല കേർവ്സ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്, ക്ലോസ് റെക്ടിഫയബിൾ കേർവ്സ്. എ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റുമായിട്ട് വരുന്ന ക്ലോസ് റെക്ടിഫയബിൾ കേർവ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എ എന്ന് പറഞ്ഞ പോയിന്റ് പല രീതിയിൽ ഇങ്ങനെ കേർവ്സ് വരണം. ഇവരെല്ലാം നമ്മൾ മാറ്റി കൊടുത്താലും ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെഡ് ഡി സെഡ് സെയിം ആയിരിക്കും. അത് നമുക്കറിയാം.
ബൈ കോഷീസ് തിയറം തേർഡ് വേർഷൻ. ക്ലിയർ ആയോ പറഞ്ഞേ? അപ്പൊ ഈ ഡിഫൈൻ ചെയ്ത് വെച്ച ഫംഗ്ഷൻ എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. ഗാമ ഇതുപോലെ ഇതിനകത്ത് ഇങ്ങനെ പല രീതിയിൽ മാറിയാലും ഇത് സെയിം ആയിരിക്കും. ഓക്കെ, ഇത് ഇനി അടുത്ത നമ്മുടെ ക്ലെയിം ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ഈ പറഞ്ഞ സ്മോൾ എഫിന് എന്ത് വേണമെന്ന് പറയണം. ശരിക്കും ബേസിക് സാധനം എഴുതി വെച്ചിരിക്കുന്നത്. ചെയ്തിരിക്കുന്നത് എന്താ? ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. സ്മോൾ എഫ് നമ്മുടെ കയ്യിലുണ്ട്. സ്മോൾ എഫിന്റെ ഇന്റഗ്രൽ നമ്മളിപ്പോ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് അത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞു. നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് എന്ന്, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇതാണ് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ലെറ്റ് R be strictly greater than 0 such that B set not of R is completely contained in G-ക്കകത്താണ് ഈ പറഞ്ഞ സംഭവമല്ല സംഭവിക്കുന്നത്. അതിനകത്ത് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് സെന്റർ ആക്കി R റേഡിയസ് ഉള്ള ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 2 മിനിറ്റ്. ഓക്കെ, അപ്പോ ആ റേഡിയസ് ഉള്ള ഒരു ബോൾ ഈ ജിയുടെ അകത്തുണ്ട് എന്ന് വിചാരിക്കുന്നു. നോക്കിയേ, നമ്മുടെ ഗാമേനെ ഇതാണ് നമ്മുടെ സെറ്റ് നോട്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോ ഇതാണ് നമ്മുടെ എ. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് എന്തായിരുന്നു? ഈ പറഞ്ഞ എ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, എൻഡിങ് പോയിന്റ് വരുന്ന ക്ലോസ്ഡ് കർവ്സ് ഗാമയാണ് നമ്മൾ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ബേസിക്കലി നമുക്ക് അവിടെ വേണ്ട ക്ലോസ്ഡ് കർവ്സ് തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റൂ. സച്ച് ദാറ്റ് ഗാമ ഓഫ് 0 ഈസ് ഈക്വൽ ടു എ അല്ലേ? അപ്പോ ഞാൻ ഈ പറഞ്ഞ ഗാമേനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. എല്ലാ ഗാമയും അങ്ങനത്തെ പറ്റുമല്ലോ, അങ്ങനത്തെ ഏത് ടൈപ്പ് ഗാമ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഒരു പുതിയ ഗാമേനെ ഡിഫൈൻ ചെയ്യുക. ഗാമ എന്ന് പറയുന്നത് ഇത് ഞാൻ ഈ പോകുന്ന വഴി ഒന്ന് ശ്രദ്ധിച്ചോണം. എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗാമ നോട്ടിൽ കൂടെ പോയി തിരിച്ച് ഗാമ വണ്ണിൽ കൂടെ തിരിച്ചു വരുന്ന കേവ്, അത് പ്രശ്നമില്ലാത്ത കേവ് അല്ലേ? അതായത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗാമയല്ലേ? അതായത് ഗാമ നോട്ട് മൈനസ് ഗാമ വൺ, ശരിയല്ലേ? ഞാൻ വേറൊരു കേവ് പറയാൻ പോവാ. ഗാമ നോട്ടിൽ കൂടെ പോയിട്ട് ഈ പറഞ്ഞ സെറ്റ് നോട്ട് സെഡ് നോക്കിയേ, ഇതൊരു ലൈൻ സെഗ്മെന്റ് അല്ലേ? പോയിട്ട് തിരിച്ച് എയിലോട്ട് വന്നാലോ? അതും ക്ലോസ്ഡ് ആണോ? നോക്കിയേ, ഇങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് പോയി തിരിച്ചു വന്നു, പിന്നെ ഇങ്ങോട്ട് പോയി. ക്ലോസ്ഡ് ആണോ? സംഭവം ക്ലോസ്ഡ് അല്ലേ? ഇങ്ങനെ പോയിട്ട് സെയിം പോയിന്റ് കൂടെ തിരിച്ചു വന്നു എന്നല്ലേ ഉള്ളൂ. അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഗാമ എന്ന് വിചാരിക്കും. ഉപയോഗിക്കുന്ന പ്രശ്നമില്ലല്ലോ, വെൽ ഡിഫൈൻഡ് അല്ലേ? ഏത് ഗാമ ഉപയോഗിച്ചാലും സെയിം അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ can be replaced like gamma is replaced with അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഗാമ പ്ലസ് ദ ലൈൻ സെഗ്മെന്റ് സെറ്റ് നോട്ട് സെറ്റ്. ഇത് ക്ലിയർ ആയല്ലോ? ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഫംഗ്ഷനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മൊറേറാസ് തിയറം നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു പ്രൂവ് ചെയ്തത്. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എഫ് ഓഫ് സെറ്റ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തു. എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ എടുക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്തിനാണ് എടുത്തോണ്ട് വരുന്നത്? നമുക്ക് എന്താ വേണ്ടേ? എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് ആയിരിക്കണം. അപ്പൊ ഡെറിവേറ്റീവിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു
അതിന്റെ എന്ത് ചെയ്യാം, ഫംഗ്ഷന്റെ ഡെഫിനിഷൻ കൊടുക്കുന്നു. 1/z0 പുറത്തെടുത്തു. 1 ഓക്കെ ഓക്കെ, അവിടെ അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് നോട്ട് ഇല്ലേ, ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് നോട്ട് ഇവിടെ എന്തായിരിക്കും വരുന്നത്? ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് നോട്ട് എന്തായിരിക്കും വരുന്നത്? ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡി സെഡ് അല്ലേ വരിക, അല്ലേ? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ ജസ്റ്റ് അവിടെ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് സെഡ് മൈനസ് ഈ സെയിം സ്റ്റെപ്പ് ആട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. അതായത് സെക്കൻഡ് ലാസ്റ്റ് കഴിഞ്ഞതിന് മുന്നത്തെ ലെക്ചറാണ്. എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇന്റഗ്രൽ ഓവർ ഗാമ പ്ലസ് സെഡ് നോട്ട് സെഡ് എഫ് ഡി സെഡ് മൈനസ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഡി സെഡ് എന്ന് വരും. മനസ്സിലായോ? ഇത് അതിനകത്ത് നിങ്ങൾക്ക് ചെയ്ത് അതിനകത്ത് റെഫർ ചെയ്താൽ ക്ലിയർ ആവും. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സെഡ് നോട്ട്, അതായത് അതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതാണ് എഴുതാൻ തോന്നുന്നത്. എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. മനസ്സിലായോ? ഇത് കണ്ടോ, ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലൈൻ സെഗ്മെന്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അതാണ്, അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, ഈ വാല്യൂ ഉണ്ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഒരു 1/z മൈനസ് സെഡ് നോട്ട് ഇവിടെ ഉണ്ടല്ലോ. മനസ്സിലായോ പറഞ്ഞേ? മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട്. ഓക്കെ, ഇനിയും ഈ എഫ് ഓഫ് സെഡ് നോട്ടിനെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഇന്റഗ്രലിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതിനെ പറ്റി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നതെന്നുള്ളത് കേട്ടോ, ഒന്ന് റെഫർ ചെയ്താൽ മതി. മൊറേറാസ് തിയറം, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ആൻഡ് കോഷീസ് തിയറത്തിന്റെ ലെക്ചറിനകത്തുണ്ട്. അപ്പോ ഈ ഇവിടെ ഇന്റഗ്രൽ ഇല്ലാതല്ലേ വന്നിരിക്കുന്നേ, ഈ എഴുതിയിരിക്കുന്ന ഇന്റഗ്രലിന്റെ ഉള്ളിലാണ്. അത് നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാവും. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് എഫ് ഓഫ് സെഡ് നോട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന്റെ മോഡുലസ് എടുത്തു. മോഡുലസ് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ മോഡുലസ് എടുത്തു. ഇന്റഗ്രലിന്റെ ഉള്ളിലേക്ക് മോഡുലസ് കൊണ്ടുപോയപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു. പിന്നെ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ളതാണല്ലോ ഇത്, അതിൽ മോഡുലസ് വരുമ്പോൾ അതിന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്റഗ്രലിന്റെ വെളിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാമല്ലോ, മാക്സിമം വാല്യൂ ആണെങ്കിൽ. ബാക്കി വരുന്ന ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ ദ ലൈൻ സെഗ്മെന്റ് സെഡ് നോട്ട് സെഡ് മോഡുലസ് ഓഫ് ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ആ ലൈൻ സെഗ്മെന്റിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ആ ഡിസ്റ്റൻസും ഈ താഴെയുള്ള മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ടും ക്യാൻസൽ ആയിപ്പോകും. പിന്നെ ഉള്ളത് ഇതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, സെഡ് നോട്ടിനെ സെഡിലോട്ട് ടെൻഡ് ചെയ്യിപ്പിക്കാം. അപ്പൊ ടെൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് സംഭവിക്കും? റൈറ്റ് സൈഡിൽ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ സംഭവം ലിമിറ്റ് ഓഫ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട്, ഈ പറഞ്ഞ സാധനം ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് നോട്ട്. അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് നോട്ട്. ഒരു ഐഡിയ ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് ആ തിയറം പറയുന്നത്. പിന്നെ ഒരു ഡെഫിനിഷൻ കൂടെ ഉള്ളൂ ഈ സെക്ഷനിൽ. ആ ഡെഫിനിഷൻ പറയുന്നത് ജി ഈസ് ആൻ ഓപ്പൺ സെറ്റ് ആണെങ്കിൽ ഗാമ ഈസ് ഹോമോലോഗസ് ടു 0 ഇഫ് n gamma w is equal to 0 for all w in C minus G. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. ഇതിനകത്ത് ഒരു വ്യത്യാസമാണ്. എന്താ വാക്കെന്താ വ്യത്യാസം? ഹോമോലോഗസ് ടു 0. അപ്പൊ അത് ഈ പറഞ്ഞ സംഭവം ഒന്ന് മനസ്സിലാക്കി ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഈ ഹോമോലോഗസും ഹോമോടോപ്പിക്കും തമ്മിലുള്ള വ്യത്യാസം. ഇത് ശരിക്കും ഓൾജിബ്രൈറ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, അതിനകത്തുള്ള സംഭവമാണ് ശരിക്കും നമ്മളിപ്പോൾ പഠിച്ചത് ഈ ഒരു സെക്ഷനിൽ.
ഹോമോടോപ്പി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വാസ്റ്റ് സെക്ഷനാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു ഐഡിയ ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇത് തന്നെ വേറൊരു ഒരു ഏരിയ തന്നെയാണ്, ഒരു പേപ്പർ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ സെക്ഷൻ എങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് ഈ കോഷീസ് തിയറം ഒക്കെ പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഹോമോലോഗ്സ് ക്ലിയർ ആയില്ലേ? പറഞ്ഞില്ല, ജസ്റ്റ് ഇൻഡെക്സ് ഓഫ് n gamma w is equal to 0 for all w in c minus g. ഈ പറഞ്ഞ ജിയുടെ കോംപ്ലിമെന്റില് എല്ലാ പോയിന്റിന്റെ n gamma w is equal to 0 for all gamma. അങ്ങനെയാണെങ്കിൽ ഗാമ ഈസ് ഹോമോലോഗസ് ടു 0 എന്ന് പറയാം. അപ്പൊ അതിന്റെ ഡിനോട്ട് ചെയ്യുന്നത് ഡബിൾ ടിൽഡയാണ് ഇവിടെ. ഓക്കെ, ഇത്രയാണ് ഈ സെക്ഷനിൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം.